അപ്പോൾ എനിക്ക് ശരിക്കും സച്ചുവിൻ്റെ അടുത്തൊരു വളരെ കോൺട്രവേഴ്ഷ്യൽ ആവാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുന്ന വെറുതെയാണ്. അങ്ങനെയല്ല, ഈ പടത്തിന് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയല്ലേ? അല്ലേ? ഡയറക്ടർ പറയും യു എ ആണല്ലേ, എ അല്ല. അപ്പൊ യു എസ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. സോറി, അപ്പൊ എനിക്ക് മിസ്റ്റേക്ക് പറ്റും. യു എസ് സർട്ടിഫിക്കറ്റ് ഓക്കെ. അപ്പൊ ഈ യു എസ് സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമയില് കുട്ടികൾക്കൊപ്പം കാണാൻ എനിക്ക് തോന്നുന്നു 13 വയസ്സുള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പം പൊതുവെ നമ്മളിപ്പോൾ കണ്ടുവരുന്നൊരു രീതിയാണ് സർട്ടിഫിക്കറ്റ് എന്തായാലും ആൾക്കാർ തിയേറ്ററിൽ വരുമ്പോൾ ഇത് നോക്കാറില്ല, വരുന്നത് ഫാമിലി ആയിട്ട് വരും. അപ്പോൾ അവിടെ വരുന്ന ഈ സിനിമ അങ്ങനെയുള്ള ഒരു കാറ്റഗറിക്ക് താഴെയുള്ള പിള്ളേർ വന്ന് കണ്ടാൽ എന്തെങ്കിലും നിലയ്ക്ക് പ്രശ്നം ഉണ്ടാവും? എനിക്കങ്ങനെ പ്രശ്നമൊന്നും തോന്നുന്നില്ല. സിനിമ ആസ്വദിക്കാനുള്ളതാണ്, കാണുക എന്നുള്ളത് തന്നെയാണ്. സർട്ടിഫിക്കറ്റിന്റെ കാരണം അതല്ല വയലൻസ് ആണോ അതോ വേറെ ഏതെങ്കിലും കോണ്ടന്റ് ആണോ? എനിക്ക് സർട്ടിഫിക്കറ്റ് എന്താണെന്ന് കണ്ടന്റാണ് ഈ പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഈ സർട്ടിഫിക്കേഷൻ കൊണ്ടുവരുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ പ്യുവർലി പറയേണ്ടത് ഒരു ഡയറക്ടർ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസർ, അതിൻ്റെ ആക്ടേഴ്സ്, അവരുടെ ഒരു ടീമാണ് നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്ന് തീരുമാനിക്കേണ്ടത്. അതിന് പുറമെ നമ്മളുടെ സബ്ജക്റ്റിന്റെ അകത്ത് ഇന്നൊരു സാധനം വയ്ക്കണ്ട അല്ലെങ്കിൽ വയ്ക്കണം എന്ന് പറയുന്നത് ഇപ്പോൾ സെൻസർ ബോർഡാണ് അത് തീരുമാനിക്കുന്നത്. ആ ഒരു കാര്യം സത്യം പറഞ്ഞാൽ തിരുത്തേണ്ട ഒന്നാണ്. അതിനകത്തൊരു ഫ്രീഡം ഇല്ല. പിന്നെ ഒരു ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. അതായത് ഇപ്പം പുറത്തുനിന്ന് വരുന്ന ഹിന്ദി സിനിമകളാണെങ്കിൽ ഇപ്പം നമ്മൾ ജയിലർ എടുത്തു കഴിഞ്ഞാൽ പോലും അതിൻ്റെ അകത്ത് കഴുത്ത് കട്ട് ചെയ്യുന്ന CG പോർഷൻ വരുന്ന സീക്വൻസുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതിവിടെ സർട്ടിഫിക്കറ്റോ ബാക്കി ഒന്നും കാര്യങ്ങളോ നോക്കിയിട്ടല്ല വരുന്നത്. അവരെന്ത് കട്ട് ചെയ്ത് വിടുന്നോ അത് അതുപോലെ തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അല്ലാതെ അവരുടെ പോയിട്ട് ഈ പോർഷൻ കട്ട് ചെയ്യണം, ആ പോർഷൻ കട്ട് ചെയ്യണം എന്ന് ഒരിക്കലും പറയില്ല. അപ്പോൾ നമ്മളെപ്പോലുള്ള കുഞ്ഞു പടങ്ങൾ വരുന്ന സമയത്ത് അതിന് അത്രത്തോളം വാശി പിടിച്ച് ആ മൈന്യൂട്ട് സാധനം കട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് അനുവദിക്കുള്ളൂ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ മനസ്സിലായി. ആ പറഞ്ഞതിലൊരു ഉപചോദ്യം കോൺട്രവേഴ്ഷ്യൽ ആക്കാൻ വേണ്ടി ചോദിക്കുന്നില്ല, പക്ഷെ കേട്ടപ്പോൾ എനിക്ക് ചോദിക്കണം തോന്നിയതാണ്. ഇപ്പോൾ പറഞ്ഞു ജയിലറുമായിട്ടാണ് കമ്പയർ ചെയ്തത്. അതൊക്കെ ഒരു മാസ് പ്രൊഡക്ഷൻസിൻ്റെ റിസൾട്ടുകളാണ്. അപ്പോൾ അതിലൊക്കെ വെക്കാത്ത നിലയിൽ അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഇൻഡസ്ട്രിയിൽ എന്താ റിനൗണ്ട് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന മൂവീസിൽ സെൻസർ ബോർഡ് ഒന്ന് റിലാക്സ് ചെയ്യാനും ചെറിയ സിനിമകൾ വരുമ്പോൾ കൂടുതൽ കട്ട് ചെയ്യാനൊരു ടെൻഡൻസി കാണിക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടോ അഭിജിത്തിന്? അല്ല, ഇത് സത്യത്തിൽ സിനിമയെ സപ്പോർട്ട് ചെയ്യേണ്ട വിഭാഗമായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. പക്ഷെ അവർ സത്യത്തിൽ ഒരു ഫൈറ്റാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു സിനിമയുടെ പേര് ഭാരത് സർക്കാർ എന്ന് പറഞ്ഞ പേരുണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമയുടെ പേരിടേണ്ടത് അവരാണ് തീരുമാനിക്കുന്നത്. അത് അത്രയും പബ്ലിസിറ്റി കൊടുത്ത് റിലീസിന് 3 ദിവസം 4 ദിവസം മുന്നെയാണ് എൻ്റെ അറിവിൽ സെൻസർ നോട്ട് എത്തുന്നത്. അപ്പം അത്രയും നാൾ ആ സിനിമയെ അവർ കൊണ്ടുവന്ന് വളർത്തി ഇന്നതാണ് എൻ്റെ സിനിമയുടെ പേരെന്ന് പറഞ്ഞ്, ഇപ്പം ഞാൻ കുരുക്കെന്ന് പറഞ്ഞ് പറയും പോലെ ആ സിനിമയുടെ പേര് കൊണ്ടുവന്നിട്ട് ആ ഒരു സ്പോട്ടിൽ വന്നിട്ട് പേര് മാറ്റാന്ന് പറഞ്ഞാൽ അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പം അത് സത്യം പറഞ്ഞാൽ അത് പേര് മാറ്റൽ നടന്നിട്ടില്ലല്ലോ, ഉണ്ടോ? അങ്ങനെ പേര് മാറ്റാൻ ഞാൻ പറഞ്ഞാൽ അങ്ങനത്തെ സിനിമകൾ, അതായത് നമ്മളെക്കാട്ടി മുകളിൽ നിൽക്കുന്ന ഒരുപടി മുകളിൽ നിൽക്കുന്ന സിനിമയാണ്. അപ്പം അതുകൊണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് പേടിയാണ്. ഈ പറഞ്ഞാൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവച്ചിട്ട് അവിടെ കൊണ്ട് എത്തിക്കുന്ന സമയത്ത് നമ്മുടെ മെയിൻ സീക്വൻസിലൊരു സാധനം കട്ട് ചെയ്ത് കളയണമെന്ന് പറഞ്ഞാൽ പിന്നെ അത് ചെയ്യാതെ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ സിനിമ തുടങ്ങും മുമ്പ് നമുക്കൊരു ബോധവൽക്കരണം തരണം. ഒരു സ്ത്രീ ക്യാൻസർ സാധനം വന്നിട്ട് അത് നമ്മൾ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ നമ്മളൊരു ഫാമിലി ആയിട്ട് ഇപ്പം കയ്യിൽ പോപ്കോണോ എല്ലാം വാങ്ങിച്ചോണ്ടി ചെന്ന് കാണാം. അപ്പൊ ഇത് കാണുമ്പോൾ ഈ ഒരു ഇതാണെങ്കിൽ അത് ആദ്യമേ കളയണം. അത് ഇപ്പൊ ഒന്നീ ഈ സാധനങ്ങൾ വെച്ച ഇത് വരുമെന്നുണ്ടെങ്കിൽ ഇത് ഒരിക്കലും ഈ നമ്മളെ ഇവിടെ അനുവദിക്കില്ല. ഇത് വാങ്ങിച്ച് വെച്ചിട്ട് ആണ് എല്ലാം വെച്ച് ഈ ബോധവൽക്കരണം കൊടുത്ത് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ആരും മാറാനൊന്നും പോലെ അത് സ്വയമേ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഒരു എന്റർടൈൻ പടം തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരെണ്ണം വയ്ക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളത്. അത് കട്ട് ചെയ്ത് വാ മാറ്റി വെക്കുന്ന ഒരു സീൻ ഉണ്ട്. കുട്ടികൾക്കല്ല, എനിക്ക് തോന്നുന്നു മുതിർന്നവർക്കും ഇച്ചിരി കണ്ടിരിക്കാൻ പാടുള്ള സീനാണ് അത്. ഞാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, അത് കഴിഞ്ഞ് കിട്ടിയെങ്കിലെന്ന് പറഞ്ഞിട്ട്.